കുട്ടികൾ സ്കൂൾ വിട്ട് വന്നാൽ ഒന്ന് ഫ്രഷായി വരുന്ന ഒരു ടൈം മതി കേട്ടോ ഈ ഒരു പലഹാരം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റുമാണ്, കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവുന്ന ഒരു പലഹാരമാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് നേന്ത്രപ്പഴം വേണം. 1 ഇഞ്ച് കനത്തിൽ ഈ ഒരു രീതിയിലാണ് കേട്ടോ നേന്ത്രപ്പഴം കട്ട് ചെയ്തെടുക്കേണ്ടത്. ഞാനൊരു 4 ചെറിയ നേന്ത്രപ്പഴം കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഒരു പാൻ വയ്ക്കുക. ആ ഒരു പാനിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ അണ്ടിപ്പരിപ്പും ബദാമും എടുത്തിട്ടുണ്ട്. അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അത് ഏകദേശം റോസ്റ്റായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഉണക്കമുന്തിരി ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഈ ഒരു സ്റ്റേജ് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. നട്ട്സ് വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പക്ഷേ അതുണ്ടെങ്കിൽ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ കുറച്ച് ഉണക്കമുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് റോസ്റ്റ് ആയതിന് ശേഷം നമുക്ക് ഈ ഒരു പാനിൽ നിന്ന് മാറ്റാം. ഇനി ആ ഒരു സെയിം നെയ്യിൽ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഉണ്ടല്ലോ, അതും ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പഴം വെന്തുടഞ്ഞ് പോവരുത് കേട്ടോ. ആ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. എല്ലാ ഭാഗവും ഒന്ന് വഴന്ന് കിട്ടുന്ന രീതിയിൽ. അതിലേക്ക് ഒരു 1-2 ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. ടീസ്പൂണാണ്, ടേബിൾ സ്പൂണല്ലേ. 1-2 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് ഈ ഒരു പാനിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് സെയിം പാനിൽ തന്നെ കുറച്ചുകൂടെ ഒന്ന് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അതിലേക്ക് ചിരവിയ തേങ്ങ ഒരു 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ഈ ഒരു നെയ്യിലിട്ടിട്ടൊന്ന് റോസ്റ്റാക്കി എടുക്കുക. പിന്നെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 കപ്പ് റവയാണ് കേട്ടോ. വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഈ തേങ്ങയും റവയും കൂടെ ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് തന്നെ വറുത്തെടുക്കണം കേട്ടോ. അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആവുന്ന വരെ നന്നായിട്ട് തന്നെ വറുത്തെടുക്കുക. ഈ രീതിയിൽ വറുത്തെടുക്കുക. ചെറിയ തീയിലിട്ട് കൊടുത്താൽ മതി, ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത്. പിന്നെ അതിലേക്ക് നമുക്ക് മധുരത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മൾ പഴത്തിലേക്ക് ഒരു 2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മധുരത്തിന് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർക്കുക. ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ചെറിയൊരു ഈ ഒരു കളറ് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള പഴവും അതുപോലെ നട്ട്സും ഒക്കെ ഇതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അത് ആ പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാടങ്ങ് പഴുത്ത എന്താ പറയുക തൊലിയൊക്കെ കറുത്ത പഴം ഉണ്ടാവില്ലേ, അതൊന്നും എടുക്കരുത്. അതെടുത്താൽ ഇത് വെന്ത് കുഴഞ്ഞു പോവും. അപ്പോൾ ഈ രീതിയിൽ സെപ്പറേറ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ പാകത്തെ ഒരു പഴുപ്പ് ഉണ്ടാവില്ലേ, ആ ഒരു പഴുപ്പിൽ വേണം കേട്ടോ പഴം എടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാം കൂടെ ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. റവയൊക്കെ നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നുകൊണ്ട് തന്നെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതേപോലെ തന്നെ തേങ്ങയുടെ സ്റ്റേജ് ഒന്നും സ്കിപ്പ് ചെയ്യരുതേ. തേങ്ങയൊക്കെ എന്തായാലും ചേർക്കണം കേട്ടോ. അപ്പോൾ ഗസ്റ്റ് വരുമ്പോൾ അവർക്കും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ പെട്ടെന്ന് തന്നെ എടുക്കാനൊക്കെ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള പഴം വെച്ചിട്ടുള്ള പലഹാരമാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ. താങ്ക്